ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 19, 2026 വ്യാഴാഴ്ച. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഡയറിയിലെ 50ാമത്തെ ദിവസം. ഈ ന്യൂ ഇയർ തുടങ്ങിയിട്ട് കൃത്യം 50 ദിവസം തികയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തത വരികയാണ്. കാര്യം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, വീട് മാറുകയാണ്. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ തലയ്ക്ക് നല്ല പ്രശ്നമാണ്. അതിനിടയിൽ ഇന്നലെ ഒരു ദിവസം പണിക്കും പോയി. കാര്യങ്ങൾ അങ്ങനെ ചക്ക കുഴയുമ്പോൾ കുഴഞ്ഞിരിക്കുകയാണെങ്കിലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും പഴയ വീട്ടിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഇവരിവിടെ എന്താ ചെയ്യുന്നത് നോക്കിയേ. ഏതാണ്ട് ആ പണിയൊക്കെ ഒരു വിധത്തിൽ ഇങ്ങനെ സൈഡായിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു പണി വന്നു. വേറൊന്നുമില്ല, വാവയെ പണിസ്ഥലത്ത് കൊണ്ടാക്കണം. അതിനുവേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇന്നലെ തീർന്ന പെട്രോളിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. പെട്രോൾ ഇല്ലാണ്ട് പിന്നെ വണ്ടി മുന്നോട്ട് പോലല്ലോ. അങ്ങനെ നേരെ പെട്രോൾ അടിക്കാൻ കയറി. പെട്രോൾ അടിച്ച അടുത്ത പണി എന്ന് പറയുന്നത് കാറ്റ് ചെക്ക് ചെയ്യാന്നുള്ള. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞവര് ഒരിക്കൽ അടിച്ചാൽ പിന്നെ ഒരു ആഴ്ചയിൽ ഒരിക്കൽ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ഒടുവിൽ വാവനെ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ തിരിച്ച് പുതിയ വീട്ടിലെത്തിയപ്പോൾ അവിടെ എന്നെ സ്വീകരിക്കാൻ മറ്റൊരുത്തനും കൂടി ഉണ്ടായിരുന്നു. പഴയ താമസക്കാരുടെ ആരും ആണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് താല്പര്യമില്ല. അവൻ പക്ഷെ അവിടെ മുട്ടിയൊരുമി സൗണ്ട് ഉണ്ടാക്കി കുറെ നേരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ഈ ഭക്ഷണമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ എന്റെ പണികൾ തുടങ്ങി. ഒറ്റയ്ക്കായതുകൊണ്ട് ഓരോ റൂമിൽ നിന്നാണ് തുടക്കം. ആദ്യം തന്നെ വാവയുടെ റൂമിലേക്ക് ഇപ്പൊ എന്റെ സിംഗിൾ കട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചു. അത് തീർത്തുകൊണ്ട് അടുത്ത റൂം അമ്മയുടെ ആയിരുന്നു. അമ്മയുടെ റൂമിലെ കട്ടിലായിരുന്നു കുറച്ചുകൂടി ടാസ്ക്, കാരണം അത് ഡബിൾ കോട്ടാണ്. നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. വർക്കെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ പഴയ വീട്ടിലേക്ക് തിരിച്ചുപോയി. അമ്മയെ കൂട്ടിക്കൊണ്ട് വരാനായിരുന്നു ആ പോക്ക്. അമ്മ സത്യത്തിൽ ഈ വീട് കണ്ടിട്ടേ ഇല്ല, ഇപ്പോഴാണ് ആദ്യമായി കാണാൻ പോകുന്നത്. അങ്ങനെ ഒടുവിൽ ദിവാകരനെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പുതിയ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പണികൾ ചെയ്തു തീർക്കാണ്ടായിരുന്നു. ആ പണി ചെയ്തു തീർക്കുമ്പോഴേക്ക് എനിക്ക് പുതിയ പണി വന്നു. പുതിയ പണി എന്ന് പറയാൻ പറ്റില്ല, രാവിലെ ചെയ്തു വെച്ച പണിയുടെ ബാക്കി പണി. അങ്ങനെ വാവയും കൂട്ടി തിരിച്ചെത്തിയിട്ട് ഞാൻ നേരെ പോയത് പഴയ വീട്ടിലേക്കാണ്, ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എൻ്റെ നൻപനും കൂടി എത്തി. പിന്നെ ഓരോരുത്തരായിട്ട് ആഡ് ആയി വന്നു. പിന്നെ കാര്യങ്ങളുടെ പോക്ക് ഒരു ടോപ്പ് ഗിയർ ഇട്ട മാതിരിയായിരുന്നു. സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പണി തുടങ്ങി. ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഞാൻ കിടക്കാൻ പോയി. പക്ഷെ അതിനു മുമ്പ് ഒരു കുളി പാസ്സാക്കുന്ന ശീലമുണ്ട്. അതിനിവിടെ വെള്ളം ശരിയല്ലാത്തതുകൊണ്ട് പഴയ വീട്ടിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഏതാണ്ട് 1:30 കഴിഞ്ഞിരുന്നു സമയം. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി.